ഇതാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് ഇഷ്ടം പോലെ പേരുണ്ടാവും. ഉപയോഗിക്കുന്നവർ കുറച്ച് പേരുണ്ടാവും. ഇനി ഉപയോഗിച്ചിട്ടും ഇത് കറക്റ്റ് റിസൾട്ട് കിട്ടാത്തവരുണ്ടാവും. അല്ലെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് സൈസ് എങ്ങനെയാണ് ചൂസ് ചെയ്യുക? അതുപോലെ തന്നെ ഇത് മേടിക്കുമ്പോൾ എന്താണ് കറക്റ്റായിട്ട് ടമ്മി ഉള്ളിലേക്ക് പോവാത്ത, വയറിപ്പോഴും ഇത് യൂസ് ചെയ്തിട്ട് ചാടി കിടക്കുന്നുണ്ട്. അതുപോലെ സി സെക്ഷൻ എടുത്തവർക്ക് സി സെക്ഷൻ കഴിഞ്ഞവർക്ക് ഇത് എത്ര നാൾ കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞിട്ട് എത്ര നാൾ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമുക്ക് ടെമിടെക്കർ ഉപയോഗിക്കണം. പിന്നെ സാധാരണ കൂടുതലുള്ളവർക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എഫക്റ്റ് കിട്ടും. അങ്ങനെ കുറേ സംശയങ്ങൾ. ഈ സംശയങ്ങളൊക്കെ എവിടെ വന്നതെന്നറിയോ? ഞാൻ കുറച്ച് നാൾ മുന്നേ ഈ ടമിടെക്കറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വന്നിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ അന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഒന്നുകൂടി എക്സ്പീരിയൻസ് കൂടി, അപ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ സെയിൽ നടക്കുന്നുണ്ട്. മെയ് 8 സെയിൽ സ്റ്റാർട്ട് ചെയ്തു. 15 വരെ ഉള്ളൂ. അപ്പോൾ എല്ലാ മാസം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്നത് സമ്മർ സെയിൽ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും ഫാഷൻ കാറ്റഗറിയിലൊക്കെ ആണെങ്കിൽ അപ് ടു 80% വരെ ഓഫ് കിട്ടുന്നുണ്ട്. അതും ബ്രാൻഡഡ് ഐറ്റംസ്, നോൺ ബ്രാൻഡഡ് ഐറ്റം എല്ലാം കൂടി മിക്സ് ആയിട്ട് ഒരു ഫാഷൻ ധമാക്ക സെയിലാണ് നടക്കുന്നത്. ആക്ച്വലി സമ്മർ സെയിലാണ്. അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 15 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് വരയ്ക്ക് നിൽക്കൊന്നും വേണ്ട. അതിന് മുന്നേ പർച്ചേസ് ചെയ്ത് ആൾക്കാരൊക്കെ ഓരോന്ന് മേടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ ചാൻസ് കൂടുതലാണല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ സെയിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് അടുത്തേക്ക് കിടക്കാം. അപ്പോൾ ഇനി ഇത് സംഭവം കുറേ പേര് കണ്ടിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പേര് ഉപയോഗിക്കുന്നുണ്ടാവും. ഇനി ഉപയോഗിക്കുന്നത് പല മോഡൽസിലായിരിക്കും. ഇനി പല മോഡൽസ് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ടമിടെക്കർ ഞാൻ ഒരുപാട് മോഡൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മോഡൽസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മോഡൽസ്. പക്ഷേ അതിൽ എനിക്ക് എഫക്റ്റായിട്ടുള്ള തോന്നിയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ എന്ത് സൈസ് മേടിക്കണം, എന്താണ് ഇതിൽ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതും കൂടി പറഞ്ഞു തരാം. ഇത് മെയിനായിട്ട് വരുന്നത് ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത് ഈ 2 ഷെയ്ഡിലാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്. വേറെ ഷെയ്ഡൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കണ്ടിട്ടില്ല. ഇനി ഇതിൽ കാണുമ്പോൾ രണ്ടും സെയിം ആണ്. രണ്ടിൻ്റെയും പക്ഷേ എഫക്റ്റ് ഡിഫറെൻ്റ് ആണ്. ഇനി ഡിഫറെൻ്റ് എന്ന് പറഞ്ഞു തരാം. ബ്ലാക്കിൽ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ബ്ലാക്ക് അവിടെ കിടക്കട്ടെ. കൂടുതൽ വൈറ്റ് മീൻസ് ബേജ് കളറിൽ ഞാൻ കാണിച്ചു തരാം. ഇനി ഇത് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നതിനേക്കാളും മുന്നേ മാർക്കറ്റിൽ ഒരുപാട് മോഡൽസ് വരുന്നുണ്ട്. ഒരുപാട് മോഡൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് അരയുടെ കീഴ്പ്പെട്ട് വെച്ചിട്ട് നമുക്ക് ആദ്യം പിടിക്കാം. ഇതിപ്പോൾ ബോയ് ലെഗാണ് വരുന്നത്. ബോയ് ലെഗ് ഇത്ര ലെഗിൻ്റെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നീളം കൂടിയിട്ടുള്ളത് വരുന്നുണ്ട്. അതുപോലെ തന്നെ പാൻറ്റീസ് ടൈപ്പ് ആയിട്ടുള്ളതും വരുന്നുണ്ട്. അത് 3-4 മോഡൽസ് അടിയിലേക്ക് വരുന്നുണ്ട്. ഇനി മുകളിലത്തെ പോർഷനിൽ നോക്കുകയാണെങ്കിൽ മുകളിലത്തെ പോർഷനിലും ഇതുപോലെ തന്നെ 3-4 മോഡൽസ് വരുന്നുണ്ട്. അത് അരയുടെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു സെയിം അടിവശം തന്നെ അതേപോലെ തന്നെ മുകളിലേക്ക് ഇത്രയ്ക്ക് മീൻസ് നീളത്തിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ അടിവയറിൻ്റെ ഭാഗം എന്ന് പറയില്ലേ, ആ ഭാഗം മാത്രം ഇങ്ങനെ പ്രഷർ കൊടുത്തിട്ട് നിർത്താനുള്ള ഒരു പോർഷൻ. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് വരുന്നതാണ് നമ്മുടെ ഈ ബ്രസ്റ്റിൻ്റെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ. അപ്പോൾ ഈ ഒരു മോഡൽ നേരത്തെ കാണിച്ചത് മീൻസ് അടിവയറിൻ്റെ ഭാഗത്ത് നമുക്ക് പ്രഷർ കുറച്ച് ടമ്മി ആയിട്ട് നിൽക്കുന്ന ഒരു പോർഷൻ. പിന്നെ വരുന്ന എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ബ്രാൻ്റെ സൈഡ് മീൻസ് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഈ സൈഡിൽ കൂടെ വന്നിട്ട് ഇവിടെ സ്ട്രാപ്പ് കൊടുക്കുന്ന ഒരു പോർഷൻ, അങ്ങനത്തെ ഒരു മോഡലും വരുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ വരുന്ന മോഡൽ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ബ്രാ കവർ ചെയ്തിട്ട്, അപ്പോൾ ഫുൾ ഓവറോൾ അടിയിൽ നിന്ന് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ബ്രാ വരെ ഫുൾ കവർ ചെയ്ത് നമുക്ക് സ്ട്രാപ്പ് ചെയ്യുന്ന മോഡൽസും വരുന്നുണ്ട്. അങ്ങനെ മാർക്കറ്റിൽ ഇല്ലാത്ത മോഡലുകളൊന്നുമില്ല. പക്ഷേ ഇതെല്ലാതും ഒരേപോലെ എഫക്റ്റ് തരണമെന്നില്ല കേട്ടോ. അപ്പോൾ എഫക്റ്റ് തരുന്നത് അത് എന്തുകൊണ്ടാണെന്നും കൂടി പറഞ്ഞു തരാം. ബ്രാൻഡിനെ കുറിച്ച് ഞാൻ എടുത്ത് പറയില്ല. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് കേട്ടോ. ഇതാ ഇതിൽ ഇപ്പോൾ ഞാൻ ഈ ബ്ലാക്ക് എടുത്ത് കാണിക്കാത്തതെന്ന് വെച്ചാൽ ഇതിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിലിംഗ് കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വൈറ്റിൽ മീൻസ് ബേജിൽ കാണിക്കുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഒരു ഇങ്ങനെ സ്ക്വയർ ആയിട്ട് ഇങ്ങനെ ഒരു ചതുരൻ പോലെ കാണാൻ പറ്റും. ഒരു ഡയമണ്ട് ഷേപ്പിൽ നിങ്ങൾക്ക് എലാസ്റ്റിക് ടൈപ്പായിട്ട് കാണാൻ പറ്റും. ഈ ഒരു മോഡൽ എന്ന് പറയുമ്പോൾ ഇത് ഫ്രണ്ടിലും അതേപോലെ തന്നെ ബാക്ക് സൈഡിലും ഫുൾ ഓവറോൾ ഇരുണ്ട്. ഇപ്പോൾ ഈ ഓവറോൾ ഫുൾ സൈഡ് ഉള്ളത് കൊണ്ട് തന്നെ ഈ എലാസ്റ്റിക് എന്ന് പറയുമ്പോൾ 4 ചുറ്റും നമുക്ക് പ്രഷർ തരുന്നത് കൊണ്ട് തന്നെ വയറ് ഒന്നുകൂടി ഉള്ളിലേക്ക് ഒതുങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ എലാസ്റ്റിക് ടൈപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 2 സൈഡ് മാത്രം. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ സൈഡ് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നത്. അപ്പോഴും വയറിൻ്റെ പോർഷനിൽ നമുക്ക് പ്രഷർ കിട്ടുന്നില്ല. അപ്പോൾ 2 സൈഡ് ബൾജുള്ളവർക്ക് മാത്രമാണ് ആ സൈഡ് മാത്രം ഷേപ്പ് നിന്നാൽ മതി എന്ന് വെച്ചാൽ അത് ഓക്കെ. അല്ലാത്ത സമയത്ത് നമുക്ക് ഫുള്ള് കവറേജ് കിട്ടണം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് മേടിക്കേണ്ടി വരും. അപ്പോഴോ ഫുൾ കവറായിട്ട് കിട്ടും. ഇത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്.
രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സിലിക്കോൺ വയേർഡ് കാണാണ്ട 1 2 ബാക്ക് സൈഡിലും ഉണ്ട് 2 ഈ ഇവിടെ കാണുന്നത്. അത് മൊത്തം 4 വരുന്നത്. ഈ വയേർഡ് വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് അതൊരു വടി പോലെ ഇങ്ങനെ നിർത്തും. അപ്പോൾ ഇതിലെന്താ സംഭവം എന്ന് വെച്ചാൽ വടി പോലെ നിർത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പല ആക്ടിവിറ്റീസ് ചെയ്യും, ഡാൻസ് ചെയ്യും, ഇരിക്കും, ഇങ്ങനെ ഇരിക്കും. ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ വയറ് ബെൻഡാവാണ്. ഈ വയറ് ബെൻഡാവുമ്പോൾ ഇതിലെന്താ സംഭവം എന്ന് വെച്ചാൽ ചുരുണ്ട് അടിയിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ വയേർഡ് ഉള്ളത് കൊണ്ട് തന്നെ ചുരുണ്ട് പോകാനായിട്ട് സാധ്യത കുറവാണ്. കറക്റ്റ് ഷേപ്പിൽ ഇങ്ങനെ വടി പോലെ നിർത്തും. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ഗുണം എന്ന് പറയണത്. ഇനി മേടിക്കുമ്പോൾ ഇവിടെ നിന്ന് ഫുള്ള് നമുക്ക് ബ്രസ്റ്റിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ വേണം മേടിക്കാനായിട്ട്. അടിവയറിൻ്റെ വശം മാത്രം നമുക്ക് പ്രഷർ കിട്ടുന്ന ഭാഗത്ത് മാത്രം അങ്ങനത്തെ മേടിക്കേണ്ടെന്ന് പറയണതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇത് ഫുള്ളായിട്ട് നമുക്ക് പ്രഷർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടം വരയ്ക്കുള്ളതാണ് നിങ്ങൾ മേടിക്കുന്നത് വെച്ചാൽ ഈ ഭാഗം മാത്രം പ്രഷറായിട്ട് ഉള്ളിലേക്ക് നിർത്തും. പക്ഷേ ഈ മുകളിലത്തെ പോർഷൻ ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. ഈ ഫ്രീ ആയിട്ട് കിടക്കുന്ന പോർഷത്തിൻ്റെ വയറ് ചാടി കിടക്കുന്ന വയറ് എവിടേക്ക് പോവും? അത് അവിടെ തന്നെ ഉണ്ടാവും. അത് അവിടെ ഇങ്ങനെ ബൾജായിട്ട് നിൽക്കും. അപ്പോൾ കൂടുതൽ വയറുള്ളവരുടെ കാര്യം പറഞ്ഞാൽ ചെറുതായിട്ടൊരു വയറൊക്കെ ആണെങ്കിൽ ഓക്കെ. പക്ഷേ കൂടുതൽ വയറുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് മേടിച്ചിട്ട് ഒരു കാര്യമില്ല, നിങ്ങളുടെ കാശ് പോയി തന്നെ. അപ്പോൾ മേടിക്കുമ്പോൾ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞത് കേട്ടോ. പിന്നെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നോർമൽ പർപ്പസിനാണ്. നമുക്ക് റെഗുലർ യൂസിനായാലും ഫങ്ഷൻസിനായാലും അങ്ങനത്തെ സംഭവങ്ങൾക്ക് ഈവൻ സാരിക്ക് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സാരിക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ 1 ഫ്ലീറ്റൊക്കെ ആയിട്ട് നമ്മൾ ഇടുന്ന വെച്ചാൽ 1 ഫ്ലീറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ഉള്ളിൽ എന്ത് ഇട്ടു എന്നുള്ളത് ആൾക്കാർ കാണില്ല, വയറ് കാണിച്ച് നടക്കുന്നില്ലല്ലോ. ഫ്ലീറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് അടിവയറിൻ്റെ ആ ഒരു ടൈപ്പുള്ള ടമ്മി ടക്കർ മേടിക്കാതിരിക്കും കുറച്ചിടുന്നത്. പക്ഷേ അത് മേടിച്ചാലും ഇപ്പോൾ അവിടെയൊക്കെ കെട്ടി വരുമ്പോൾ ഈ ഒരു പോർഷനിൽ എന്തായാലും ഒരു ചെറിയ ബൾജിങ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അന്നേരം അത് ടമ്മി ടക്കർ ഇടാണ്ടിരിക്കുക. സാരി ആണെങ്കിൽ പിന്നെ നോർമൽ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഇത് അടിപൊളിയാണ്. ഇനി ഇതിൽ അടിയിലത്തെ ഭാഗത്ത് പാൻറ്റീസ് ടൈപ്പ് വരുന്നത് ഒരിക്കലും മേടിക്കണ്ട. അത് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തരത്തിലും നമുക്ക് ആ ഒരു പ്രഷർ കിട്ടില്ല. കാരണം ഈ ഒരു ബോഡി ലെഗ് അതുപോലെ ബോഡി ലെഗ് എന്ന് പറയുന്നത് ബോയ് ലെഗ്, അതുപോലെ ഇതിൻ്റെ താഴത്തേക്ക് നീളത്തിൽ വരുന്ന ബോയ് ലെഗ് മേടിക്കുകയാണെങ്കിൽ ഇവിടുന്നും എല്ലാത്തിൽ നിന്നും ഒരുപോലെ പ്രഷർ കിട്ടുമ്പോഴല്ലേ ഒന്നുകൂടി സ്ലിം ആവാനായിട്ട് ചാൻസസ് കൂടുതലാണ്. പിന്നെ ജീൻസ് ഇടുന്നവർക്കാണെങ്കിൽ തൈ കൂടുതലുള്ളവർക്കാണെങ്കിൽ ബോയ് ലെഗ് ആയിരിക്കും ഒന്നുകൂടി ബെറ്റർ. അപ്പോൾ ഒന്നുകൂടി സപ്പോർട്ട് കൂടുതൽ കിട്ടും. നമുക്ക് ആ ഒരു തുടര ഭാഗത്ത് ഒന്നുകൂടി നമുക്ക് ഒതുങ്ങി നിൽക്കാനായിട്ട് ചാൻസസ് കൂടുതലാണ്. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജീൻസ് ഇടുമ്പോൾ നമ്മൾ ഇതിട്ടിട്ടാണല്ലോ നമ്മൾ ജീൻസ് ഇങ്ങനെ കയറ്റുന്നത്. അപ്പോൾ ജീൻസ് ടൈറ്റുള്ളതൊക്കെ ആണെങ്കിൽ, ടൈറ്റ് ജീൻസിൻ്റെ കാര്യമാണ് ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ഭയങ്കര ലൂസ് ഫിറ്റ് ബാഗി അത് ഇതൊക്കെ വന്നത് കൊണ്ട് ടൈൻ്റെ ഇത് പ്രശ്നം വരുന്നില്ല. പക്ഷെ ടൈറ്റായിട്ടുള്ള ഇപ്പോൾ ലെഗിൻസോ അങ്ങനത്തെ നമ്മളിപ്പോൾ സൈഡ് കട്ടായിട്ടുള്ള ചുരിദാർ ഇടാൻ വെച്ചാൽ ലെഗിൻസ് ഇടുമ്പോൾ ടൈറ്റാണ്. അപ്പോൾ ഈ സംഭവം കയറ്റി കഴിഞ്ഞിട്ടാണ് അതിന് മുകളിൽ നമ്മൾ ലെഗിൻസ് കയറ്റുന്നത്. ഈ ലെഗിൻസ് കയറ്റുന്ന സമയത്ത് ടൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കയറി വരുമ്പോൾ ഈ ഭാഗം ഇങ്ങനെ ചുരുളാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് വീണ്ടും ഒന്ന് മുകളിൽ നിന്ന് കൈയിട്ടിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തേണ്ടി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രശ്നം സോൾവായി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയൊക്കെ തന്നെ. ഈ വയേർഡും അതുപോലെ തന്നെ ഫുള്ളായിട്ടുള്ള എലാസ്റ്റിക് വരുന്നത്. എലാസ്റ്റിക്കിൻ്റെ ഇത് ഒരുപാട് മോഡൽസ് ഉണ്ട്. വീണ്ടും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്, നിങ്ങളിപ്പോൾ ഷോപ്പിൽ നിന്ന് മേടിക്കാനും ശരി ഓൺലൈൻ മേടിക്കായാലും ശരി, അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇങ്ങനത്തെ ടൈപ്പ് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ ബ്രായുടെ സൈഡ് പോർഷൻ, നമ്മുടെ ബ്രസ്റ്റിൻ്റെ സൈഡ് പോർഷനിൽ നിന്ന് ഇങ്ങനെ സ്ട്രാപ്പ് ടൈപ്പായിട്ട് വരുന്നത്, അത് ആർക്കാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൾറെഡി ടമ്മി ഉള്ളവർക്ക് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ പോരാത്തതിന് ഇതിൻ്റെ ആദ്യം യൂസ് ചെയ്യുമ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ബ്രസ്റ്റ് കൂടുതലുള്ളവർക്കാണെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് കാര്യമില്ല, ഒന്നുകൂടി ബ്രസ്റ്റ് കൂടുതൽ ഫീൽ ചെയ്യുള്ളൂ. കാരണം സൈഡിൽ നിന്നും കൂടി ആ പ്രഷർ ഇങ്ങനെ കയറി വരുമ്പോൾ ബ്രസ്റ്റ് കൂടുതൽ ഫീൽ ചെയ്യും. അപ്പോൾ ബ്രസ്റ്റ് കുറവുള്ളവർക്കാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും, വയറ് കൂടി ഒതുങ്ങും, അതിനോടൊപ്പം തന്നെ ബ്രസ്റ്റ് കൂടുതൽ ഫീൽ ചെയ്യും സൈഡിൽ കൂടെ ഉള്ളത് എടുക്കുകയാണെങ്കിൽ. ഇനി ഫുൾ ബ്രാ കവർ ചെയ്യുന്നതും ടമ്മി കവർ ചെയ്യുന്നതും അങ്ങനത്തെ ടൈപ്പായിട്ട് യൂസ് ചെയ്യുന്നത് ഫാഷൻ കാറ്റഗറിയിലുള്ളവർക്കാണ്. ഫാഷൻ കാറ്റഗറി എന്ന് പറയണത് ഇപ്പോൾ ബോഡിക്കോൺ ഡ്രസ്സസ് അല്ലെങ്കിൽ ഗൗൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നില്ലേ, അങ്ങനത്തെ ഉള്ളവർക്കാണ് അത് കുറച്ചുകൂടി ഹെൽപ്പ് ആവുക. അതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു ഫങ്ഷനൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ റെഗുലർ യൂസിന് ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് അൺകംഫർട്ടബിൾ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം
പീ ചെയ്യാൻ പോണ സമയത്ത് ഫുൾ മോളിൽ നിന്ന് അടി വരെ ഇങ്ങനെ ഉരണ്ട ഒരു പ്രശ്നം. അതിപ്പോൾ ഇതിനായാലും ആ ഒരു പ്രശ്നമൊക്കെ തന്നെയാണ്. നമുക്കിപ്പോൾ പീ ചെയ്യാൻ പോകുമ്പോൾ ഇനിയിപ്പോൾ ഇതിലിപ്പോൾ 2 മോഡൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പീ ചെയ്യണതും പീ ചെയ്യാത്തതും വരുന്നുണ്ട്. അത് പറയുകയാണെങ്കിൽ ഇവിടെ അടിയിൽ ഹോളുള്ള ടൈപ്പും വരുന്നുണ്ട്, ഈ അടിയിൽ ഹോളില്ലാത്ത ടൈപ്പും വരുന്നുണ്ട്. ഹോളില്ലാത്ത ടൈപ്പ് മേടിക്കായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഹോള് ഉണ്ടെങ്കിൽ പ്രഷർ ഒന്നുകൂടി കുറയും. ഇതാകുമ്പോൾ കുറച്ചുകൂടി പ്രഷർ എന്ന് വെച്ചാൽ ഇത് ഹോൾ ഇല്ലാത്ത ടൈപ്പാണ്. അതാകുമ്പോൾ പ്രഷർ ഒന്നുകൂടി കൂടുതൽ എഫക്റ്റ് കിട്ടും. ഈ ഹോൾ ഉണ്ടായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം പാൻറ്റീസ് ഇട്ടിട്ടാണ് അതിന് മുകളിൽ നമ്മൾ ഈ ഒരു ടമ്മി ടക്കർ ഇടുന്നത്. അപ്പോൾ നമുക്ക് പീ എങ്ങനെ ചെയ്യാൻ പറ്റും? എന്തായാലും മുകളിൽ നിന്ന് ഫുള്ള് ഊരിയിട്ട് വേണം പാൻറ്റീസ് ഊരാനായിട്ട്. അപ്പോൾ എന്നാലാണ് നമുക്ക് വാഷ്റൂമിൽ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ ഹോൾ ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. ഓരോരോ മോഡൽ ഓരോരോ രീതിയിലെന്ന് പറഞ്ഞിട്ട് ഇറക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പല ബ്രാൻഡ്സുകാർ ഇറക്കിയിട്ടുണ്ട്. ഡർമ ബെയർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. എവിടെ നിന്ന് നിങ്ങൾ ഓഫ്ലൈൻ മേടിക്കായാലും ഓൺലൈൻ മേടിക്കായാലും എവിടെ നിന്ന് മേടിക്കുമ്പോഴും ഫുൾ എലാസ്റ്റിക് ഉണ്ടോ, വയേർഡ് ഉണ്ടോ, ഇത്ര കാര്യം. അതുപോലെ തന്നെ ബ്രസ്റ്റിൻ്റെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. അങ്ങനത്തെ കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഞാൻ 2-3 മോഡൽസ് ഇപ്പോൾ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലും നിങ്ങൾ ഫീൽ ചെയ്ത് മേടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നാവും കേട്ടോ. ഇത് ചിലതൊക്കെ ഭയങ്കര തിക്ക് കുറഞ്ഞ ടൈപ്പ് വരുന്നുണ്ട്, തിക്ക് കൂടിയ ടൈപ്പ് വരുന്നുണ്ട്. ഇതൊരു ബ്ലാക്ക് എൻ്റെ കയ്യിലിരിക്കുന്നത് ഫ്രഷ് പീസ്. ഇതും ഒരെണ്ണം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരെണ്ണം ബേജ് കളർ. പിന്നെയും ഉണ്ട് 2-3 എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 2-3 മേടിച്ച് വെക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഡെയിലി രാവിലെ തൊട്ട് വൈകുന്നേരം യൂസ് ചെയ്യുന്നോട്ട് ആണെങ്കിൽ ഒന്ന് അലക്കാനുള്ള ഗ്യാപ്പ് കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്പെയർ വെക്കാൻ പറഞ്ഞത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. പിന്നെ ഇതിൽ 2 കളറുണ്ട് എന്ന് പറഞ്ഞു, ബേജും ബ്ലാക്കും. ബ്ലാക്ക് ആയിരിക്കും കുറച്ചുകൂടി നന്നാവാന്ന് പറഞ്ഞാൽ കളർ വൈസ് നന്നാവാന്നല്ല പറഞ്ഞത്. പ്രഷർ കൂടുതൽ തരുന്നത് ബ്ലാക്കാണ്. എനിക്ക് കൂടുതൽ ഞാൻ കുറേ ആയി യൂസ് ചെയ്യുന്നു. ഇപ്പോൾ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. എനിക്ക് സെക്കൻഡ് ഡെലിവറിയിൽ ത്രിപ്ലറ്റ് ബേബീസാണ്. അപ്പോൾ ത്രിപ്ലറ്റ് ബേബീസിന് ഇപ്പോൾ 11 വയസ്സ്. അപ്പോൾ അവർ ആ ടൈമിലുള്ള വയറും ഇപ്പോഴത്തെ വയറും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ ഒരു വയർ ഇത്രത്തോളം. എന്നിട്ടും വയർ ചെറുതായിട്ടൊക്കെ ഉണ്ട്. നമ്മൾ പല രീതിയിലൊക്കെ സർജറി ഭാഗത്തേക്ക് പോകേണ്ട, നമുക്ക് മടി പിടിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ ഇത് അടിപൊളിയാണ്. ഇപ്പോൾ ജിമ്മിന് പോകണ്ട, എന്നാൽ പെട്ടെന്നൊരു ഫംഗ്ഷന് പോകണം എന്നൊക്കെ ആണെങ്കിൽ ഇത് അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഇത്രയും എടുത്ത് പറയുന്നത്. അപ്പോൾ 3 കുട്ടികൾ ഒരുമിച്ച് വയറിലുണ്ടായിട്ടും സെക്ഷൻ കഴിഞ്ഞിട്ടും ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും മുന്നോട്ട് അത് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇതിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ബ്ലാക്കിന് പ്രഷർ കൂടുതലാണ്. ബേജ് കളറെന്ന് പറയുമ്പോൾ കുറച്ച് തിൻ ടൈപ്പ് മെറ്റീരിയലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കൊല്ലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ മേടിക്കുമ്പോൾ നിങ്ങളെപ്പോഴും ബ്ലാക്ക് മേടിക്കാൻ ശ്രമിക്കുക. പക്ഷേ ചില ഡ്രസ്സിനൊക്കെ നമുക്ക് ബേജ് ഇട്ടേ പറ്റുള്ളൂ. അപ്പോൾ നിവർത്തിയില്ല, ഒരെണ്ണം ബേജും ഒരെണ്ണം ബ്ലാക്കും എടുത്തേക്കുക. പക്ഷേ ഇത് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നേ ഇല്ല. യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്ലാക്ക്. ഇനി ഇതിൻ്റെ കാലാവധി എത്ര താളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഡെയിലി എന്ന് പറഞ്ഞാൽ ഡെയിലി ഉപയോഗിക്കുന്നുണ്ട്. ഡെയിലി രാവിലെ തൊട്ട് വൈകുന്നേരം. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ പല സ്ഥലത്ത് നമ്മൾ ട്രാവലിങ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ചിലപ്പോൾ ട്രെയിനിൽ കുറേ നേരം ഇരിക്കേണ്ടി വരും, ചിലപ്പോൾ വണ്ടിയിൽ കാറിൽ തന്നെ കുറേ നേരം ഇരിക്കണം. രാവിലത്തെ ഷൂട്ട് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമായിട്ടായിരിക്കും തിരിച്ച് വരിക. ഉറങ്ങണ നേരത്ത് മാത്രമാണ് ഇത് ഊരി വയ്ക്കുന്നത്. ഇപ്പോൾ ഉറങ്ങണ നേരത്ത് മാത്രം ഊരി വയ്ക്കുമ്പോൾ അപ്പോൾ തന്നെ ഊഹിച്ചുകൂടെ നിങ്ങൾക്ക് ഒരു 18 hours എങ്കിലും ചുരുങ്ങിയതൊക്കെ ഇത് ഇട്ട് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ അത് നമുക്ക് അത്രയും എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് അത്രയും കൂടുതൽ നേരം നമുക്ക് ഇട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ പുതിയത് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു അരമണിക്കൂർ ഇട്ട് പിന്നെ ഒന്ന് ടൈം ഒന്ന് കൂട്ടി പോയാൽ മതി. കാരണം എന്ന് വെച്ചാൽ എന്തൊരു സംഭവമായാലും നമ്മൾ ഫസ്റ്റ് ട്രൈ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാകും. പിന്നീട് അത് എക്സ്പീരിയൻസ് ആയി വരുമ്പോൾ നമുക്ക് ആ ഒരു ഇതിപ്പോൾ ഇല്ലാണ്ട് പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ വരും. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ കുറച്ച് ടൈം കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ടൈമിന് അയ്യോ ഇത് ഭയങ്കര എനിക്ക് പറ്റുന്നില്ല ഇങ്ങനെ അങ്ങനെയല്ല, കുറച്ച് ടൈം കൊടുക്കാം. അത് നമുക്ക് സെറ്റാവും. പിന്നെ ഇതൊക്കെ ഇട്ട് വരുമ്പോൾ കുറച്ച് ഇറുകിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കും ഒരു ഇറിറ്റേഷൻ നമുക്ക് ഫീൽ ചെയ്യും. ഭക്ഷണം കഴിക്കുമ്പോൾ ചിലർക്ക് പ്രോബ്ലം ഒക്കെ വരാറുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒന്ന് അരമണിക്കൂർ പിന്നെ കുറച്ച് ടൈം എടുത്തിട്ട് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാൻ പറയണതിൻ്റെ റീസൺ അതാണ് കേട്ടോ. അപ്പോൾ അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ
ഇനി ഇതൊന്നും നിങ്ങൾക്ക് പറ്റിയ പിന്നെ വേറൊരു സംഭവം എന്ന് പറയുന്നത് വെച്ചാൽ വെറുതെ ഇങ്ങനെ വലിച്ച് കെട്ട്, പണ്ടത്തെ ഭാഷയിൽ അങ്ങനെ പറയാം, വലിച്ച് കെട്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിക്കുക, അങ്ങനത്തെ ടമ്മി ടക്കർ പോലെ വരുന്നുണ്ട്. അതും മേടിച്ചിട്ട് വെറുതെ പൈസ കളയണ്ട കേട്ടോ. മേടിക്കുമ്പോൾ ഈ മോഡലിൽ തന്നെ മേടിച്ചോ, ഇത് നല്ല എഫക്റ്റ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ട് എന്ന് പറയുമ്പം ഏത് സൈസ് മേടിക്കണം, ആർക്കോ എന്ത് മേടിക്കണം, എങ്ങനെയാണ്, ഞാനിപ്പോൾ ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡൗട്ടുകളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഞാൻ ലാർജ് സൈസാണോ മേടിക്കേണ്ടത്, എക്സൽ ആണോ മേടിക്കേണ്ടത്? ഇതിലെന്ന് പറയുമ്പോൾ നമുക്ക് സൈസ് എന്ന് പറയുമ്പോൾ മീഡിയം, ലാർജ്, എക്സൽ അങ്ങനെയാണ് സൈസസ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ കുർത്തിയുടെ സൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ എക്സൽ ആണെങ്കിൽ ലാർജ് സൈസാണ് മേടിക്കേണ്ടത്. ഒരു സൈസ് ചെറുത്, ഒരിക്കലും ഒപ്പത്തിനുള്ള സൈസോ അല്ലെങ്കിൽ അതിൻ്റെ വലിയ സൈസോ ഒരിക്കലും മേടിക്കരുത്. നമ്മളിത് ഇടണത് വയറ് ഉള്ളിലേക്ക് കയറാനും ടമ്മി ഹൈഡ് ചെയ്യാനും നമ്മൾ ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സൈസ് കൂട്ടിയിട്ടുള്ളത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൂസായിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രോബ്ലം സോൾവ് ആവാത്തത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കുർത്തിയുടെ സൈസ് സെയിം ആണെങ്കിൽ ആ സൈസിൻ്റെ സെയിം തന്നെ മേടിച്ച് കഴിഞ്ഞാൽ അതിനും ഒരു എഫക്റ്റ് കിട്ടില്ല, പ്രഷർ കിട്ടില്ല. എപ്പോഴും ഒരു സൈസ് ചെറുതേ മേടിക്കാവോ, മേടിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് അതിൻ്റെ ഒരു കറക്റ്റ് പ്രഷറും ഉള്ളിലേക്ക് ഒരു ഫീലിംഗ്, നമ്മൾ ഇട്ട് ഡ്രസ്സ് അടിപൊളിയായിട്ട് ഫീൽ ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കുക. അപ്പോൾ സൈസിൻ്റെ കാര്യം ഇതാണ്, ഒരു സൈസ് നമ്മുടെ കുർത്തിയുടെ സൈസ് ഏതാണോ അതിൻ്റെ ഒരു സൈസ് ചെറുത് മേടിക്കുക. ഇനി അടുത്ത ഡൗട്ട് എന്ന് പറയണത് കുറേ പേർക്ക് ആർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ തന്നെ സി സെക്ഷൻ കഴിഞ്ഞവർക്ക്, പ്രസവം കഴിഞ്ഞവർക്കൊക്കെ എത്ര നാൾ വെച്ച് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്. സുഖപ്രസവമാണെങ്കിൽ അവർക്ക് ഒരു 10 ദിവസം 15 ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മളിപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു 3-4 ദിവസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു 5 അല്ലെങ്കിൽ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ഉപയോഗിക്കാൻ പറ്റും. ഉപയോഗിക്കാൻ പറ്റുന്നതിൻ്റെ റീസൺ പറയണമെന്ന് വെച്ചാൽ നമ്മൾ പ്രസവത്തിൻ്റെ ഭാഗമായിട്ട് ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഈ തോർത്തൊക്കെ വലിച്ച് അല്ലെങ്കിൽ തുണിയൊക്കെ വെച്ചിട്ട് വലിച്ച് നമുക്ക് വയറുള്ളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്, അത് പ്രസവം കഴിഞ്ഞവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ എന്താ പറയണമെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് കെട്ടി വെക്കാറുണ്ടല്ലോ, അതേപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു സംഭവം കെട്ടി വെക്കണത്. പിന്നെ പ്രസവം കഴിഞ്ഞവർക്ക് മേടിക്കുമ്പോൾ ഈ പാൻറ്റീസ് ടൈപ്പ് ഒന്നും മേടിച്ച് കഴിഞ്ഞാൽ കാര്യം ഉണ്ടാവില്ല. അവർക്ക് മേടിക്കുമ്പോൾ ഇങ്ങനെ കെട്ടണ ടൈപ്പായിട്ട് മേടിക്കായിരിക്കും നല്ലത്. എന്താ കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ ബ്ലീഡിങ് കൂടുതലുള്ള സമയമായിരിക്കും, പിന്നെ അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യും, കാരണം ഉള്ളതിനേക്കാളും ഇരട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമായിരിക്കും. അതുകൊണ്ട് ഇത് മറ്റേ കെട്ടണ ടൈപ്പായിട്ട് മേടിക്കായിരിക്കും നല്ലത്. ഇനി സി സെക്ഷൻ കഴിഞ്ഞവർക്കാണെങ്കിൽ ഇങ്ങനത്തെ കെട്ടണ ടൈപ്പ് മേടിക്കണേക്കാളും നല്ലത് ഇങ്ങനത്തെ മേടിക്കായിരിക്കും നല്ലത്. അതിൻ്റെ റീസൺ എന്താണെങ്കിൽ ഇവിടെ സ്റ്റിച്ച് വരും. ഇപ്പോൾ ഇവിടെ സ്റ്റിച്ചാണെങ്കിൽ നിങ്ങളിപ്പോൾ ഇത്ര വീതിയുള്ള സംഭവമാണ് മേടിക്കണമെന്ന് വെച്ചാൽ അവിടെ ഇട്ടിട്ട് ഉരച്ചിൽ വരും. ഉരച്ചിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിച്ച് ഉള്ളിടത്ത് നമുക്ക് ഇറിറ്റേഷൻ ഫീലാവും, പിന്നെ ബ്ലീഡിങ് ആവും, ചിലപ്പോൾ പഴുപ്പ് വരാൻ സാധ്യതയുണ്ട്, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉരച്ചിൽ വരുമ്പോൾ. പക്ഷേ ഇത് വീതി കൂടി മീൻസ് നീളം കൂടിയ ടൈപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരില്ല. ഫുള്ളായിട്ട് കവേർഡായിട്ട് ഓൾറെഡി അവിടെ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ നമുക്ക് കവേർഡാണ്, അതിൻ്റെ കൂടെ ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായിട്ട് കവറായിട്ട് നിൽക്കും. ഫുൾ അടിയിൽ നിന്ന് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് സി സെക്ഷൻകാരാണെങ്കിൽ അവർക്ക് വീട്ടിൽ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കാരണം എന്ന് വെച്ചാൽ സി സെക്ഷൻകാർക്ക് അവർക്ക് റിലാക്സ് ചെയ്തിട്ടുള്ള ഒരു സമയം. ഇതൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. നമുക്കിപ്പോൾ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്ന ടൈം എന്തായാലും ഹോസ്പിറ്റലിലേക്കൊക്കെ പോകണം, അല്ലെങ്കിൽ കുട്ടിക്ക് സൂചി കുത്തി വെപ്പ് അങ്ങനത്തെ പോണ സമയത്തൊക്കെ യൂസ് ചെയ്യണോണ്ട് കുഴപ്പമില്ല. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ യൂസ് ചെയ്യണോണ്ട് കുഴപ്പമില്ല. ഇനി സി സെക്ഷൻകാർ യൂസ് ചെയ്യേണ്ട ഇതെന്ന് പറയണത് ചുരുങ്ങിയത് ഒരു മാസം 1.5 മാസത്തെ ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം ഇതൊക്കെ യൂസ് ചെയ്യായിരിക്കും നല്ലത്. ഞാൻ ഇത് പറയാൻ ആളല്ല, എന്നാലും ഞാൻ പറയാണ്, ഞാൻ രണ്ടും അനുഭവിച്ചതാണ്. സുഖപ്രസവവും സിസേറിയനും രണ്ടും. സി സെക്ഷനും ആദ്യത്തെ ഡെലിവറി സുഖപ്രസവമായിരുന്നു, രണ്ടാമത്തെ വന്നപ്പോൾ അത് സി സെക്ഷനായി. അപ്പോൾ ഇത് രണ്ടും ഞാൻ അനുഭവിച്ചതായതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ കുട്ടികൾ നമ്മൾ ഡെലിവറി ചെയ്തത് കൊണ്ടും നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സ്ട്രക്ചർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഈ ഇരട്ട കുട്ടികൾ, ഒരു കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് സാധാരണ ഇതൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇരട്ട കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഈ എലാസ്റ്റിക് നമ്മൾ വയറ് നീളുന്നതിനനുസരിച്ച് നമ്മുടെ എലാസ്റ്റിക് ബോണ്ടിങ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ സംഭവം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും ഇത് എത്ര എക്സസൈസ് ചെയ്താലും
ഉള്ളിലേക്ക് പോകാനായിട്ട് ചാൻസസ് കുറവാണ്. പല തരത്തിലും തല കുത്തി മറിഞ്ഞെടുത്ത് നോക്കിയിട്ട് വയറ് കുറയ്ക്കേണ്ട കാര്യത്തിന് ജിമ്മിന് പോയിട്ട് അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് ഒരു പരിധിക്ക് എന്നാലും ചെറുതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഞാനിത് എപ്പോഴും എൻ്റെ കൂടെ കൊണ്ട് നടക്കും. ഇതില്ലാണ്ട് നിവർത്തിയില്ല. അപ്പോൾ ഇനി ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഇന്നർ വെയർ ഷോപ്പിൽ നിന്നും നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ്. ഏത് ബ്രാൻഡ് ഞാൻ പറയുന്നില്ല. പിന്നെ ആമസോണിൽ ഇതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ നോക്കണമെങ്കിൽ വീഡിയോൻ്റെ താഴെ സ്ക്രീനിൽ നോക്കിയാൽ മതി. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ലിങ്കും അതുപോലെ ഒരു ഒറ്റ സിംഗിൾ ലിങ്കും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ കിട്ടും. ഇനി ഇത് മേടിച്ച് കഴിഞ്ഞാലത്തെ പ്രശ്നം കൂടി പറഞ്ഞു തരാം. ഓൺലൈനിൽ മേടിക്കുമ്പോൾ എന്താ സംഭവിച്ചാൽ അതിൽ പ്രത്യേകം നോട്ട് ചെയ്തോളാം, നോൺ റിട്ടേണബിൾ ആണോ ഇല്ലേ എന്നുള്ളത്. ഇത് ഇന്നർ വെയർ സംഭവമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ റിട്ടേൺ എക്സ്ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ ഇതിലില്ല. അപ്പോൾ ചിലതിലുണ്ട് ചിലതിലില്ല. എക്സ്ചേഞ്ച് എന്നുള്ള ഓപ്ഷനും ഉണ്ടോ ഇല്ല അത് നോക്കിയോളൂ. കാരണം എനിക്കിതൊക്കെ പറയുമ്പോൾ എനിക്ക് കറക്റ്റ് സൈസ് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് എക്സ്ചേഞ്ചും റിട്ടേണിൻ്റെ ആവശ്യം വരാറില്ല. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് മേടിച്ചാൽ മതി. ഇനി ഇത് ഇതിൻ്റെ ഒരു ഫുൾ സ്ട്രക്ചർ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇത് ബാക്ക് സൈഡും ഇതുപോലെ ഇത് ഫുൾ ഫ്രണ്ട് സൈഡ്. ഇനി ഇതൊക്കെ ഇടാൻ ബുദ്ധിമുട്ടുള്ളവരാണ് എന്നാൽ ചെറുതായിട്ട് ഒരു വയറുള്ള പതുക്കനെ ഒന്ന് നമുക്ക് ലെഗിൻസൊക്കെ ഇടുമ്പോൾ ഉള്ളിൽ കുറച്ചൊക്കെ ഹൈഡ് ചെയ്ത് നിൽക്കണം എന്ന് വെച്ചാൽ അതിനുള്ളൊരു സൊല്യൂഷൻ ഉണ്ട്. ഈ ഒരു പിൽസ് ക്ലബിൻ്റെ ലെഗിൻസ് കേട്ടോ. ഇതും അതിൻ്റെ അത്ര എഫക്റ്റ് ഇല്ലെങ്കിലും പോലും ചെറിയ രീതിയിലൊക്കെ നമുക്ക് കവർ ചെയ്ത് നിർത്തും കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഉൾസൈഡാണിത്. ഇത് കണ്ടോ, ഇതും ചെറുതായിട്ടൊക്കെ നമുക്ക് എഫക്റ്റ് തരും കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ എൻ്റെ ജിം വെയർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ജിം വെയർ അല്ലെങ്കിലും നമുക്കിപ്പോൾ ലെഗിൻസിനൊക്കെ പകരം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത്രയ്ക്ക് വീതിയിൽ നമുക്ക് കണ്ടോ, അത് നമുക്ക് ടമ്മി കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകാനായിട്ട് കുറച്ചുകൂടി ഒരു ഷേപ്പ് നിൽക്കാനായിട്ട് സഹായിക്കും. ഇതിനും കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഒരു 1000 എബോവ് റേഞ്ചിൽ പോകുന്നതാണിത്. ഇതിൽ ഒരുപാട് കളേഴ്സും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൽ ബാക്കിൽ സിബ്, സൈഡ് പോക്കറ്റ്, അങ്ങനെ ജിം വെയർ ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകതയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ മേടിക്കുമ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ സൈസിൻ്റെ ഒരു സൈസ് ചെറുത് മേടിക്കുക. ഇപ്പം ഞാൻ ലാർജ് സൈസാണ് ഞാൻ വേറെ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ മേടിച്ചിരിക്കുന്നത് മീഡിയം സൈസാണ് കേട്ടോ. മീഡിയം സൈസ് മേടിച്ചാൽ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞിട്ട് ഞാൻ അത് മേടിച്ചു ഇത് മേടിച്ചു ഒന്നും ആയില്ല, വയറ് അതേപോലെ നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കുറേ തിന്നിട്ടും കുടിച്ചിട്ടും വയറുണ്ടാക്കിയിട്ട് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ചെറുതായിട്ട് ഒരു ടമ്മിയും കൂടിയും ഹൈഡ് ചെയ്ത് നിൽക്കണം. എന്നാൽ ലെഗിൻസ് വേണ്ട, നമുക്ക് കുറച്ച് ഷോർട്ടായിട്ടുള്ളത് വേണമെന്ന് വെച്ചാൽ ഷോർട്ട് രീതിയിൽ നമുക്ക് സ്കേർട്ട്സൊക്കെ ഇടുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്ലോവിയ ബ്രാൻഡിൻ്റെ ആണ് ഇത് വരുന്നത്. ഇതും ആ ഒരു എഫക്റ്റൊക്കെ തന്നെ തരുന്നു. ചെറുതായിട്ടൊരു ഇത്രയ്ക്ക് വീതിയിൽ നമുക്ക് ബാൻഡ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ ബിൽസ് ക്ലബിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഇതിൻ്റെ ഒരുപാട് ഷെയ്ഡ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു മറൂൺ ഉണ്ട്, ലാവൻഡർ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, അങ്ങനെ ബ്ലൂ ഉണ്ട്, നേവി ബ്ലൂ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല എഫക്റ്റീവാണ്. നിങ്ങൾക്ക് അതൊന്നും ടമ്മി യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്. പിന്നെ ഇതും കൂടി കാണിക്കാം. ഇത് ടമ്മി ടക്കറിൻ്റെ ഭാഗമായിട്ടല്ല ആക്ച്വലി. ഇതിപ്പോൾ നമ്മൾ ഷോർട്ട് സൈക്ലിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഷോർട്ട് സ്കേർട്ടൊക്കെ ഇടുകയാണെങ്കിൽ ഇടണ സമയത്ത് നടുക്കിൽ ഇങ്ങനെ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് കാണിച്ചു എന്ന് മാത്രം. ഇപ്പോൾ നടക്കുന്ന സമയത്തൊക്കെ ഈ നടുക്കിൽ ഇങ്ങനെ തുണി ഉള്ളിലേക്ക് കയറിയിട്ട് വി പോലെ ഷേപ്പിൽ നിൽക്കുക, അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഷോർട്ട്സ് യൂസ് ചെയ്താൽ മതി കേട്ടോ. ബാക്ക് സൈഡിൽ ഇങ്ങനെ പോലെ തോന്നും, ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ചെറിയ ഒരു തുണി ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കാറ്റ് ഉള്ളിലേക്ക് കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് ആ ഒരു ലെവലിൽ ഇങ്ങനെ നമ്മളിപ്പോൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും കാറ്റ് ഉള്ളിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് നമ്മൾ ആ ഡ്രസ്സ് ഇടുമ്പോൾ ഒരു വി ഷേപ്പ് ഒന്നും പുറത്തേക്ക് അങ്ങനെ കാണില്ല. ഇതെല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ആക്സസറീസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ആക്സസറീസ് എന്ന് പറയുമ്പോൾ ബ്രാൻഡ് സ്ട്രാപ്പ് യൂസ് ചെയ്യുമ്പോൾ ചിലവർക്ക് ഇവിടെ നല്ല പാടുകൾ വരാറുണ്ട്. ഈ പാട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്സസറി ആണിത്. ഇത് ആക്ച്വലി ബ്രാൻഡ് സ്ട്രാപ്പിൽ ഇങ്ങനെ ഇടയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതിങ്ങനെ ഇടയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഡ്രസ്സിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ കറക്റ്റ് ആ ഒരു നമുക്ക് സോഫ്റ്റ്നെസ്, നമുക്ക് സ്കിന്നിന് ഇച്ചിങ് ഇറിറ്റേഷൻ ഒന്നും വരില്ല. നല്ല സുഖമായിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ അതാ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ സ്ട്രാപ്പ് ഉപയോഗിച്ച് ചെയ്യുക. ഇതൊരു കുഷൻ പോലെ നമുക്ക് വർക്കൗട്ട് ചെയ്ത് എടുക്കാനും പറ്റും കേട്ടോ. ഇതൊരു ആക്സസറീസ് ആയിട്ട് തന്നെയാണ് കൂട്ടേണ്ടത്. എന്നാൽ ഇപ്പോൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഡ്രസ്സ് ഇത്തിരി വൈഡ് ആണ്, ചെറിയ രീതിയിലാണല്ലോ. അപ്പോൾ
ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സുഖം കിട്ടുകയും ചെയ്യും. എന്നാൽ ബ്രാ ഇട്ടു എന്നുള്ളതും തോന്നുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു ആക്സസറി. പിന്നെയും ഉണ്ട് ഒരുപാട്. നിങ്ങളിപ്പോൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. അതൊന്നും ഞാനെടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇത്രയ്ക്കുള്ള മെയിനായിട്ട് ടമ്മി ടക്കറിനെ കുറിച്ചിട്ടാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ കാണാനുള്ളത്. ഓക്കെ. അപ്പോൾ ഇത് സെയിൽ നടക്കുന്നുണ്ട്, അത് മറക്കണ്ട. മെയ് 8 സെയിൽ സ്റ്റാർട്ട് ചെയ്തു. മെയ് 15 വരെയുള്ള, അതും ഫാഷൻ കാറ്റഗറിയിലാണെങ്കിൽ അപ് ടു 80% വരെ ഓഫും കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വല്ല ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കിയാൽ മതി. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.